ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ പറയുന്ന 6 നക്ഷത്രക്കാർക്ക് 2025 വരെ ഭാഗ്യദോഷ സമയമാണ്. ഏതൊരു കാര്യത്തിനും അത്ര ഗുണകരമായ സമയമല്ല. ഇവർക്ക് പല ദോഷഫലങ്ങളും ഉണ്ടാകുവാൻ ഇടയുണ്ട്. എന്നാൽ ഇവയെ എല്ലാം തരണം ചെയ്യുവാൻ ചില പരിഹാര മാർഗങ്ങളുമുണ്ട്. ഇനി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് 2025 വരെ ഈ ഭാഗ്യദോഷ സമയം വന്നെത്തിയിരിക്കുന്നതും ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കാം. 2025 വരെയാണ് ഈ നാളുകാർക്ക് ഭാഗ്യദോഷ സമയം ബാധിച്ചിരിക്കുന്നത്. ഇവർ നിങ്ങളുടെ വീട്ടിലോ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ ഇതിൽ പറയുന്ന പരിഹാര മാർഗങ്ങൾ ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. 6 നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യദോഷ സമയം വന്നെത്തിയിരിക്കുന്നത്. ഇവർ ഈ പറയുന്ന പരിഹാര മാർഗങ്ങളെല്ലാം ചെയ്താൽ വളരെയധികം കാര്യമായ ഫലമുണ്ടാകും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യദോഷ സമയം ബാധിച്ചിരിക്കുന്നതും അതിനുള്ള പരിഹാരം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും പറയാം. ആദ്യത്തെ നക്ഷത്രക്കാർ ചോതിയാണ്. ഇതിൽ ചോതി നക്ഷത്രക്കാർക്ക് ഇവർ മുരടിച്ച് നിന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. നിങ്ങളെക്കാൾ കഴിവില്ലാത്ത ആളുകൾ പോലും ഉയർന്നു പോകുന്ന അവസ്ഥയാണ്. എന്നാൽ നേരെ മറിച്ചാണ് നിങ്ങളുടെ കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടമോ സൗഭാഗ്യമോ ഇവർക്ക് വന്നു ചേരുന്നില്ല. പല സ്വപ്നങ്ങളും സ്വപ്നമായി തന്നെ നിലനിൽക്കുന്നു. നിങ്ങൾ ഉത്സാഹിച്ചിറങ്ങുന്ന പല കാര്യങ്ങൾക്കും മുന്നോട്ട് തടസ്സങ്ങൾ എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളും പാതി വഴിയിൽ നിന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ചോതി നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. ബിസിനസ്സുകാർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. ഉദര സംബന്ധമായും ചെവിയുടെ അകത്തുള്ള പാടയ്ക്ക് പ്രശ്നം ഉണ്ടാകുവാനും ഇടയുണ്ട്. കേതുവിൻ്റെ അപഹാരം നടക്കുന്നവരും ജാതകത്തിൽ ശനി ബലമില്ലാത്തവരും പരിഹാരം ചെയ്താൽ വരുന്ന വർഷം വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകും. ആദിത്യ ശനി കേതു അപഹാരങ്ങൾ നടക്കുന്നവരും പരിഹാരം നോക്കണം. വെള്ളിയും ചോതിയും വന്നാൽ ദേവീ ക്ഷേത്രത്തിൽ പോകുക. ചോതി ചതയം തിരുവാതിര നക്ഷത്രങ്ങളുടെ ദിനത്തിൽ ക്ഷേത്ര ദർശനം നടത്തുക. രാഹുവിനെയും ശുക്രനെയും സർപ്പങ്ങളെയും പ്രീതിപ്പെടുത്തുക. വെള്ള, കറുപ്പ്, ഇളം നീല നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. നിത്യവും ഹനുമാൻ ചാലിസ ചൊല്ലുക. ലക്ഷ്മി ദേവിയെയും അന്നപൂർണേശ്വരിയെയും ആരാധിക്കുക. ഭക്ഷണത്തിൽ പോത്ത്, എരുമ, പശു എന്നിവയൊക്കെയും കഴിവതും ഒഴിവാക്കേണ്ടതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളിലും ആത്മാർത്ഥത ഉണ്ടെങ്കിലും ഇറങ്ങിത്തിരിക്കുന്ന നേരത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാതെ വരുന്ന സമയമാണ്. ആത്മാർത്ഥമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടാലും നടക്കാതെ പോകുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ കഴിവും പ്രാവീണ്യവും തിരിച്ചറിയാതെ പോകുന്ന ഒരു അവസ്ഥയാണ്. എല്ലാ രീതിയിലും പരിഹാസവും പുച്ഛവുമെല്ലാം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇത് തിരിച്ചറിവിൻ്റെ വർഷമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യക്കുറവും കലഹവുമെല്ലാം ഉണ്ടാകും. ചില ആളുകളുടെ ജീവിതത്തിൽ ഡൈവേഴ്സ് അനിവാര്യമായി വരുന്ന ഒരു അവസ്ഥയും സംജാതമാകുന്നതാണ്. രോഗാദി ദുരിതങ്ങൾ അലട്ടും. കുടുംബത്തിൽ മനസമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുന്നതാണ്. വീഴ്ചകളിൽ മുറിവ്, ചതവ് എന്നിവ ഉണ്ടാകുവാനും ഇടയുണ്ട്. ശത്രുഭയം. സഹോദര സ്ഥാനത്തുള്ളവർക്ക് കാലം വളരെയധികം മോശമാണ്. കുടുംബപരമായി വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. ജീവിത പങ്കാളിക്കോ സന്താനങ്ങൾക്കോ രോഗാദി ദുരിതങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. വരവിനേക്കാൾ അധികമുള്ള ചെലവ്, അന്യദേശവാസം, മനോദുഃഖം, ഭൂമി നഷ്ടം എന്നിവയ്ക്കും കാരണമാകും. നിങ്ങളുടെ ജാതകത്തിലെ രാഹു കേതു സ്ഥാനം നോക്കി ആവശ്യമായ പരിഹാരം ചെയ്യുന്ന പക്ഷം വർഷ അവസാനം വരുന്ന അതിപരീക്ഷണ രാഹു കേതു മാറ്റം സുഗമമായി നേരിടാൻ സാധിക്കും. ഇപ്പോൾ സൂര്യ ശനി കേതു ദശാപഹാരങ്ങൾ നടക്കുന്നവർക്കും പരിഹാരങ്ങൾ അനിവാര്യമാണ്. പൊതുവിൽ രാഹു പൂജ ചെയ്യുന്നത് നന്നായിരിക്കും. മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുന്നതും അർച്ചന ഹോമം കഴിപ്പിക്കുന്നതും രക്ഷ നൽകുന്നതാണ്. മഹാദേവന് പുറമെ ഗണേശ ഭഗവാൻ, സർപ്പദൈവങ്ങൾക്കും പൂജകൾ വേണ്ടിവരും.
തിരുവാതിര, ചോതി, ചതയം നക്ഷത്ര ദിവസങ്ങളിൽ ഉറപ്പായും കാവുകളിൽ വഴിപാട് നടത്തുക. ഒന്നെങ്കിൽ കുടുംബക്ഷേത്രത്തിലെ കാവിൽ, അതല്ലെങ്കിൽ താമസ സ്ഥലത്തിനടുത്തുള്ള സർപ്പദൈവങ്ങൾക്ക് കഴിയുന്ന പോലെ അഭിഷേകങ്ങൾ നടത്തുക. രാഹുവിന് പുറമെ ബുധപ്രീതിയും വരുത്തുക. പണം കൊടുത്തുകൊണ്ടുള്ള അന്നദാനം, ജീവകാരുണ്യ പ്രവൃത്തികൾ ഒഴിവാക്കി നേരിട്ട് ഇവയെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നത് ഉത്തമമാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത അവസ്ഥ തന്നെയാണെന്ന് പറയാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭാഗ്യം എന്ന് തോന്നാം, എന്നാൽ ഇതാകില്ല വാസ്തവത്തിലുള്ള നിങ്ങളുടെ അവസ്ഥ. കഷ്ടപ്പാടും അധ്വാനവും മാത്രം ബാക്കി നിൽക്കും. അർഹിച്ച രീതിയിലുള്ള ഒരു രീതിയിലും ഫലം ലഭിക്കാതിരിക്കുക. ഏത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് കഷ്ടപ്പാട് മാത്രമല്ല, വളരെയധികം ദുരിതങ്ങളും വന്നെത്തുന്നു. നിങ്ങൾക്ക് അന്യസ്ത്രീ ബന്ധം വഴി ധനനഷ്ടം, മാനഹാനി എന്നിവ വരുന്ന അവസരങ്ങളുണ്ടാകും. വിലപിടിപ്പുള്ള ഡോക്യുമെന്റുകൾ ഭദ്രമായി സൂക്ഷിച്ചില്ലെങ്കിൽ ഇവയെല്ലാം നഷ്ടപ്പെടുവാൻ ഇടയുണ്ട്. നിങ്ങളുടെ അമിതമായ ആത്മവിശ്വാസം ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാകും. അനാവശ്യമായ ചെലവുകൾ പെരുകും. എല്ലാ രീതിയിലും മാനസിക വിഭ്രാന്തി കൂടുന്ന ഒരു സമയമാണ്. തൊഴിൽ ഇടങ്ങളിൽ സ്ഥാനചലനമുണ്ടാകാം. ജീവിത പങ്കാളിക്കോ നിങ്ങൾക്കോ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉടലെടുക്കും. ബുദ്ധിപൂർവമായ പെരുമാറ്റം സർവരുടെയും ആദരത്തിന് കാരണമാവുകയും ചെയ്യുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം തൊഴിൽ സംബന്ധമായി വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ഈ വർഷം തൊഴിൽ സംബന്ധമായി വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദശ അപഹാരം നോക്കി പരിഹാരം ചെയ്താൽ ഗുണഫലങ്ങൾ ഇരട്ടിക്കും എന്ന് മാത്രമല്ല, മറ്റു തടസ്സങ്ങൾ ഇല്ല എന്നുറപ്പിക്കുന്നതിന് വലിയ വിജയങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. ചൊവ്വ, ബുധൻ, വ്യാഴം ദശ അപഹാരങ്ങൾ നടക്കുന്നവർ പരിഹാരം അനുഷ്ഠിക്കേണ്ടതാണ്. കാർത്തിക നക്ഷത്രക്കാർ ദിവസേന ശിവക്ഷേത്ര ദർശനം നടത്തി ശിവപുരാണം വായിക്കുന്നത് സൽഫലങ്ങൾ ഉണ്ടാകുവാൻ ഉപകരിക്കും. ദിനവും രാവിലെ സൂര്യഭഗവാനെ തൊഴുന്നതും ആദിത്യ ഹൃദയ മന്ത്രം ചൊല്ലുന്നതും വളരെയധികം ഗുണകരമാണ്. മാസത്തിൽ 1 വീതം മൃത്യുഞ്ജയ ഹോമം നടത്തുന്നതും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും. ഉത്രം, ഉത്രാടം, കാർത്തിക ദിവസങ്ങൾ ശിവക്ഷേത്ര ദർശനം ഗുണം ചെയ്യും. ഞായറാഴ്ച കാർത്തിക വന്നാൽ നിശ്ചയമായും സൂര്യ പൊങ്കാല സമർപ്പിക്കുന്നത് വളരെയധികം വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നതാണ്. കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ പാദത്തിൽ ജനിച്ചവർ സുബ്രഹ്മണ്യ സ്വാമിയെയും ഭജിക്കണം. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ആർക്കോ വേണ്ടി ജീവിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. തൊടുന്നതെല്ലാം തിരിഞ്ഞു കുത്തുന്ന ഒരു അവസ്ഥയാണ്. പലരെയും സഹായിക്കുവാൻ പോയി അവരിൽ നിന്നുമെല്ലാം കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. അടുത്ത ആളുകൾ പോലും നിങ്ങളിൽ നിന്നും അകന്നു മാറുന്നതായി തോന്നാം. നിങ്ങളുടെ പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അരിഷ്ടതയും കഷ്ടതയും ഉണ്ടാകും. തൊഴിലിൽ സ്ഥാനനഷ്ടം സംഭവിക്കുവാൻ ഇടയുണ്ട്. ചിലർക്ക് ജോലിയിൽ സ്ഥലം മാറ്റമോ സ്ഥാനക്കയറ്റമോ ഉണ്ടാകാം. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി അപവാദം കേൾക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകും. ധനസംബന്ധമായി കേസ് വഴക്കുകൾ ഉണ്ടാകുവാനിടയുണ്ട്. അലർജി, ചുമ തുടങ്ങിയ അസുഖങ്ങൾ ഉള്ള ആളുകൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. ഈ വർഷം വ്യക്തിപരമായോ തൊഴിൽപരമായോ ശത്രുത തിരിച്ചറിഞ്ഞാൽ അതനുസരിച്ചുള്ള കർമ്മങ്ങൾ, പരിഹാരങ്ങൾ എന്നിവ അനുഷ്ഠിച്ചാൽ ജീവിതത്തിൽ എല്ലാവിധ കാര്യങ്ങളും സുഗമമാകും. ജീവിതത്തിൽ വലിയ ഉയർച്ച നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബുധ, വ്യാഴ, ശുക്ര ദശാപഹാരങ്ങൾ നടക്കുന്ന ആളുകൾ പരിഹാരങ്ങൾ ചെയ്യാത്ത പക്ഷം വലിയ ദുരിതങ്ങൾ ഉണ്ടാകുവാനിടവരും. ജാതകത്തിൽ കുജദോഷം ഉണ്ടെങ്കിൽ അവരും പരിഹാരം അനുഷ്ഠിക്കേണ്ടി വരുന്നതാണ്. ചൊവ്വാഴ്ച വ്രതം, സുബ്രഹ്മണ്യ ഭജനമൊക്കെയും പൊതുപരിഹാരങ്ങൾ ആകുന്നു. മകയിരം, ചിത്തിര, അവിട്ടം നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം മുടക്കാതിരിക്കുക. ഇടവ രാശിക്കാർ ശ്രീകൃഷ്ണ ഭഗവാനെയും മിഥുന രാശിക്കാർ മഹാവിഷ്ണുവിനെയും പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. മകയിരം ചൊവ്വ വന്നാൽ അംഗരാജ പൂജ നടത്തുക. മകയിരം ബുധനാഴ്ച വന്നാൽ സിദ്ധയോഗമാകുന്നു. അന്നേ ദിവസം ജനിച്ചവർക്ക് സിദ്ധയോഗം ഉണ്ടാക്കുകയും ചെയ്യും. കഴിവതും മകയിരം നക്ഷത്രക്കാർ അന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുക. നവഗ്രഹങ്ങളിൽ ഇടവ രാശിക്കാർ ശുക്രനെയും മിഥുനം രാശിക്കാർ ബുധനെയും പ്രീതിപ്പെടുത്തേണ്ടതാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ തന്നെയെന്ന് പറയാം. പലതിനും മുന്നിട്ടിറങ്ങിയെങ്കിലും ഇവയൊന്നും നടക്കാത്ത ഒരു അവസ്ഥയാണ്.
ഏത് കാര്യത്തിനും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഭാഗ്യദോഷവും മുടക്കങ്ങളും വിഘ്നങ്ങളും തടസ്സങ്ങളുമെല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ട് പോരുന്നു. വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മുറിവ്, ചതവ്, ഒടിവ് എന്നിവയെല്ലാം ഉണ്ടാകുവാൻ ഇടയുണ്ട്. കൊളസ്ട്രോൾ, പ്രമേഹം എന്നിവ ഉള്ള ആളുകൾ ഭക്ഷണക്രമത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയം കൂടിയാണ്. അനാവശ്യമായ കൂട്ടുകെട്ടുകളെല്ലാം നിങ്ങൾ ഒഴിവാക്കണം. വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. സ്ത്രീകൾ മൂലം മാനഹാനി, ധനനഷ്ടം എന്നിവയെല്ലാം വന്നു ചേരും. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും പരസ്പര ധാരണയോടുകൂടി പിരിയുവാനും തീരുമാനിക്കും. കുടുംബക്ലേശം, സർവ്വകാര്യവിഘ്നം, തൊഴിലിൽ ക്ലേശം എന്നിവ വർദ്ധിക്കും. കുടുംബത്തിൽ സഹോദരന്മാർ തമ്മിൽ കലഹം, വസ്തു തർക്കം എന്നിവ നടക്കുവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് വിദേശ യാത്ര, വാസം, ജോലി എന്നിവയെല്ലാം അനുഭവത്തിൽ വരുന്നതാണ്. ഈ വർഷം സുഗമമായി കടന്നു പോകുവാൻ ശനിയുടെയും ചന്ദ്രൻ്റെയും സ്ഥാനം നോക്കി പരിഹാരം ചെയ്യുന്നത് അനിവാര്യമാണ്. ശനി, രാഹു, കേതു ദശാപഹാരമോ അതുമല്ലെങ്കിൽ അന്തർദശാപഹാരമോ നടക്കുന്നവർക്കും പരിഹാരങ്ങൾ അത്യാവശ്യമാണ്. പൗർണമിക്ക് ചന്ദ്രഭഗവാനെ തൊഴുന്നതും തിങ്കളാഴ്ച ദിവസം പൊങ്കാല അനുഷ്ഠിക്കുന്നതും ദുരിതങ്ങളെല്ലാം കടന്നു കിട്ടുവാൻ സഹായിക്കും. ദുർഗ, ശിവപാർവതി ക്ഷേത്രത്തിൽ തൊഴുന്നതും ഗുണകരമാണ്. ദശാപഹാരത്തിന് പുറമെ അതിനനുസരിച്ച് അഭിഷേകങ്ങൾ നടത്തുന്നതും ഗുണകരമാണ്. തിങ്കളാഴ്ച വ്രതം വെളുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് അരി, പാൽ, ആഹാരം ദാനം ചെയ്യുന്നതും ഗുണകരമായി തീരും. രോഹിണി, അത്തം, തിരുവോണം നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക. തിങ്കളാഴ്ചയും രോഹിണിയും വരുന്ന ദിവസം പൗർണമിക്കും ഉപവസിക്കുക. പൗർണമിക്ക് ദുർഗാദേവിയെയും അമാവാസിക്ക് ശ്രീഭദ്രകാളിയെയും വണങ്ങുക. ചന്ദ്രനും ശുക്രനും പ്രത്യേക പൂജകൾ നടത്തുന്നത് വലിയ മാറ്റങ്ങൾ സമ്മാനിക്കും. ശനിദശാകാലത്ത് പൂർണ്ണമായും സസ്യാഹാരം കഴിക്കുന്നത് ശനി അനുകൂലമാക്കുവാൻ സഹായിക്കുന്നതാണ്. ഈ കാലയളവിൽ മദ്യവും മറ്റു ആസക്തികളും തീർത്തും ഒഴിവാക്കിയില്ലെങ്കിൽ ശനിയുടെ ദുരിതങ്ങൾ പല മടങ്ങ് വർദ്ധിക്കുവാൻ ഇടവരുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. ഇവരെ പ്രശ്നങ്ങളും ദുരിതങ്ങളും എല്ലാ രീതിയിലും അലട്ടുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കാത്ത അവസ്ഥ, എത്ര പരിശ്രമിച്ചിട്ടും അതിൻ്റെതായ മാറ്റം അതുമല്ലെങ്കിൽ മുന്നേറ്റം ലഭിക്കാത്ത ഒരു നക്ഷത്രമാണിത്. ജീവിതം പോരാട്ടമാകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അവിട്ടം നക്ഷത്രക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള പ്രതിസന്ധികളെയും ഈ കാലത്തിൽ തരണം ചെയ്യേണ്ടതായി വരും. പല രീതിയിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങളുടെ ജീവിത പങ്കാളിക്കോ സന്താനങ്ങൾക്കോ അസുഖങ്ങൾ കൊണ്ട് ദുരിതങ്ങൾ വന്നു ചേരും. എപ്പോഴും യാത്രകൾ ചെയ്യേണ്ടി വരികയും അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുവാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളിൽ അലസത ഉണ്ടാകുവാനും പരീക്ഷകളിൽ പരാജയപ്പെടുവാനും ഇടയുണ്ട്. സ്ത്രീകൾ മൂലം അപവാദം കേൾക്കേണ്ടി വരും. അനാവശ്യമായ വാക്കു തർക്കങ്ങളിൽ കേസു വഴക്കുകൾക്ക് വഴിമാറും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പേരും പ്രശസ്തിയും നഷ്ടപ്പെടുവാനും ഇടവരുന്നതാണ്. നിങ്ങളുടെ സ്വത്തുക്കളിൽ നഷ്ടം സംഭവിക്കുവാനോ കേസുകൾ ഉണ്ടാകുവാനോ ഇടയുണ്ട്. ശരീര സുഖക്കുറവ്, ധനഹാനി, ബന്ധുജനങ്ങളുമായി ശത്രുത, തൊഴിലിൽ പ്രശ്നങ്ങളും ഉണ്ടാകും. വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുവാൻ വളരെയധികം ഇടയുണ്ട്. നിങ്ങൾക്ക് 7 ശനി കാലമായാൽ അതനുസരിച്ച് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഗുണഫലങ്ങൾ ഇരട്ടിക്കും. നിത്യവും ഹനുമാൻ ചാലിസ ചൊല്ലുക. ബുധ, വ്യാഴം, ശുക്ര ദശാപകാരങ്ങൾ നടക്കുന്ന ആളുകൾ പരിഹാരം അനുഷ്ഠിക്കേണ്ടതായി വരും. അവിട്ടം, മകയിരം, ചിത്തിര ദിനങ്ങളിൽ ക്ഷേത്ര ദർശനം ഉത്തമമാണ്. ഗണേശ, ശ്രീ പാർവതി, മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ വ്രതസഹിതം സന്ദർശിക്കുക. ബുധനെയും ശനിയെയും പ്രീതിപ്പെടുത്തുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ഉപവാസം അനുഷ്ഠിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.